ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ ഈ സൈറ്റിലെ ലാസ്റ്റത്തെ വർക്കാണ് കേട്ടോ. അതായത് ഇനി നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ളത് ഈ കാണുന്ന സെൻസൈഡും അത് ഈ വീടിൻ്റെ ഫ്രണ്ടാണ്. നമുക്ക് അകത്ത് കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ സിമൻറ്റ് മിക്സ് ചെയ്യാണ്. 4 ചട്ടി മണ്ണ് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു ലെവലിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്ന ഇത്രയും പോർഷനാണ് ഇനി പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ളത്. ഈ ഒരു സെൻസൈഡ്, ഈ ചുമര്, പിന്നെ ഒരു പില്ലർ. ആ ഒരു പില്ലർ നമ്മളിവിടെ ചുടുകലിനാണ് കെട്ടിയിരിക്കുന്നത്, 9 ഇഞ്ച് പില്ലർ. അപ്പോൾ ഇവിടെ നേരത്തെ പില്ലർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് കെട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വർക്ക് എന്ന് പറയുന്നത് ഇത്രയും വർക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സെൻസൈഡ് നേരത്തെ ഈ ചുമര് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൈഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചുമരിൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ നനച്ചതിന് ശേഷമാണ് നമ്മളിത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തോടെ നമ്മൾ അവസാനത്തെ ലാസ്റ്റ് വർക്കാണ്. അത് 1000 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് വർക്ക് കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് തീർത്തിട്ടുണ്ട്. കാരണം ഏതൊരു ക്ലയൻറ്റും നമുക്ക് വർക്ക് തരുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് നമുക്ക് എത്ര ദിവസം വർക്ക് എടുക്കും, എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വർക്ക് എടുക്കുമ്പോൾ ഒരു ഉദ്ദേശം, ഒരു ഡേറ്റ് പറയും. നമുക്ക് ഒരു മാസം കൊണ്ട് തീർക്കാം അന്ന് നമ്മൾ ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കണക്കൂട്ടിലാണെങ്കിൽ ഏകദേശം 1 മാസത്തിനകത്ത് നമുക്കിവിടെ വർക്ക് എടുത്തിട്ടുണ്ട്. 1 മാസം പോയില്ല, കാരണം ഇടയ്ക്ക് കുറച്ച് ദിവസം നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, വേറെ സൈറ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം ഒരു 10-28 ദിവസം, 25-28 ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് വർക്കും നമ്മളിന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഈ സൈറ്റിൽ നിന്നും നമ്മൾ ഇറങ്ങിയാണ്, കാരണം നമ്മളെ വർക്ക് കംപ്ലീറ്റും ഇന്നത്തോടെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ വർക്കാണ് ഈ കാണുന്ന ഭാഗം.
നമ്മൾ ഈ പില്ലർ തേക്കുമ്പോൾ നല്ല രീതിയിൽ ഇഷ്ടിക നല്ല രീതിയിൽ നനച്ചിട്ടാണ് നമ്മൾ പില്ലർ തേക്കുന്നത്. അപ്പോൾ പില്ലർ തേക്കുമ്പോൾ എപ്പോഴും നമ്മൾ തൂക്കട്ടയ്ക്ക് തൂക്കി വേണം ചെയ്യാൻ. കാരണം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പില്ലറാണ്. അപ്പോൾ അതിന് ചെറിയൊരു ചരിവുണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് എടുത്ത് കാണിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പില്ലർ തേക്കുമ്പോൾ തൂക്കട്ടയ്ക്ക് തൂക്കി അതായത് കണപ്പ് ഇട്ട് 2 സൈഡും കണപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് വേണം തോതെടുത്ത് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് കണപ്പ് ഇട്ടിട്ടുണ്ട്. കണപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് തൂക്കട്ടയ്ക്ക് ലെവലെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ലെവൽ പറ്റിക്കാനുണ്ടെങ്കിൽ പറ്റിച്ച് കറക്റ്റ് ലെവൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വ്യത്യാസവും കാണിക്കില്ല. കറക്റ്റ് ഒരേ ലെവലായിരിക്കും, ഒരേ കണപ്പായിരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ലെവലിലാണ് നമ്മൾ പില്ലർ തേക്കുന്നത്. നമ്മൾ പില്ലർ തേക്കുന്ന സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ 5-1. അതായത് നമ്മൾ സാധാ ഭിത്തി ചുമരിന് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ പില്ലറിന് എടുത്തിരിക്കുന്നത്. 5 ചട്ടി മണ്ണ്, 1 ചട്ടി സിമൻറ്റ്. പിന്നെ നമ്മൾ പില്ലറിന് വേണ്ടി ശകല സിമൻറ്റ് കൂട്ടിയിടും. കാരണം ഇതിൽ ടൈൽസോ അങ്ങനെ ഒന്നും ഒട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സാധാ തേക്കും പോലെ ഫിനിഷ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതിൽ ടൈലൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിതിൽ വരച്ചൊന്നും വിടുന്നില്ല. കംപ്ലീറ്റും തേച്ച് ഫിനിഷ് ചെയ്ത് ഗ്രൗട്ട് വയ്ക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചുമര്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആവാതെ ഇനി നമുക്ക് ഈ ഒരു ചുവരും പ്ലാസ്റ്റർ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മൾ കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് ഇതിൻ്റെ അടിയിൽ ഗ്രൗട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗവും നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ വർക്ക് ഇന്നത്തോടെ കൊണ്ട് ഇവിടെ കംപ്ലീറ്റും തീരും. ഇനിയുള്ളത് ഈ ഒരു പിള്ളേരുടെ കുറച്ച് തേക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മളെ വർക്ക് ഇന്ന് കംപ്ലീറ്റും തീർന്നു. ഇനി നമ്മൾ അടുത്ത സൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.